നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടന്നു കിട്ടിയേ തീരൂ എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ 12 എന്നുള്ള 4 സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ ഒന്ന് എഴുതുക. ഇതിനെ ഒരു അത്ഭുത സംഖ്യ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾ എഴുതേണ്ടതിന് ചില രീതികളും ചില സമയക്രമങ്ങളുമൊക്കെയുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ ഒരു ചിലവും വരുന്നതുമില്ല. എന്നാൽ നിങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫലം ലഭിക്കുമെന്നുള്ളത് 100-ൽ 110% ഉറപ്പാണ്. മാത്രമല്ല ഈ ഒരു കാര്യം ചെയ്തതിനു ശേഷം എൻ്റെ ജീവിതത്തിൽ സ്വന്തം അനുഭവത്തിൽ വന്ന ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇന്നത്തെ അധ്യായത്തിലൂടെ ഈ ഒരു കാര്യം പങ്കുവെക്കുന്നത്. കാരണം ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുകയും പല പ്രശ്നങ്ങളുടെയും പരിഹാരം കാണുവാൻ എന്താണ് ഒരു വഴിയെന്ന് ചിന്തിച്ചിട്ട് പോംവഴി കിട്ടാത്ത അവസ്ഥയിലൂടെ കഷ്ടപ്പാടുകളും വിഷമതകളും അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അധ്യായം ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് പരിഹാരം കാണേണ്ട എത്ര വലിയ പ്രശ്നമാണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട എത്ര വലിയ ഒരു ആഗ്രഹമാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം അതിനുവേണ്ടി നിങ്ങൾ ഈ 12 എന്ന സംഖ്യ നിങ്ങളുടെ ഏതു വിരലിലാണ് എഴുതേണ്ടത് എന്നും അതുപോലെ നിങ്ങൾ ഇത് എഴുതുന്നതിന് മുൻപ് കൃത്യമായി ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ വിശദമായി നാം പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ 12 എന്ന സംഖ്യകൾ സംഖ്യാശാസ്ത്രമനുസരിച്ച് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ ഏകോപിപ്പിച്ച് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനായി പ്രപഞ്ചശക്തി മുഴുവനായി നിങ്ങളെ തുണയ്ക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ 12 എന്ന സംഖ്യ ഏഞ്ചൽ നമ്പർ എന്നാണ് അറിയപ്പെടുന്നത്. അതിനാൽ തന്നെ ഇത് ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യാനി എന്നോ വ്യത്യാസമില്ലാതെ ഏതൊരു മനുഷ്യനും ഏതൊരു മതവിശ്വാസിക്കും ചെയ്യാവുന്നതാണ്. മാത്രമല്ല നിങ്ങൾ ഏതു മതത്തിൽ വിശ്വസിക്കുന്നവർ ആണെങ്കിലും ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മതവിശ്വാസമനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിൽ പ്രാർത്ഥിക്കാവുന്നതാണ്. ഇനി നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടന്നു കിട്ടുവാനായി ഈ 12 എന്ന സംഖ്യ നിങ്ങളുടെ കൈവിരലിൽ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നും എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം വിശദമായി പറയാം. ഇതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വിരലിൽ എഴുതേണ്ട സമയത്തെ പറ്റിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് എഴുതുവാൻ തിരഞ്ഞെടുക്കേണ്ട സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 7 മണി വരെയുള്ള സമയമായിരിക്കണം. ഈ സമയത്ത് എഴുതിയെങ്കിൽ മാത്രമേ കൃത്യമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഏത് ദിവസവും എഴുതി തുടങ്ങാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നിങ്ങളിത് എഴുതേണ്ടത് നിങ്ങളുടെ ഇടത് കൈയുടെ മോതിര വിരലിലാണ്. അതായത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ മോതിര വിരൽ തുടങ്ങുന്ന ഭാഗത്തു നിന്ന് എഴുതി തുടങ്ങുക. ഇനി നിങ്ങൾ ആ വിരലിൽ മോതിരം ധരിച്ചിട്ടുണ്ടെങ്കിൽ മോതിരം കിടക്കുന്നതിൻ്റെ ബാക്കി ഭാഗത്തു നിന്ന് എഴുതി തുടങ്ങാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ 12 എന്ന് എഴുതുവാൻ ഉപയോഗിക്കേണ്ടത്
പച്ച മഷിയുള്ള പേനയോ നീലമഷിയുള്ള പേനയോ ആയിരിക്കണം. ഒരു കാരണവശാലും കറുപ്പോ ചുവപ്പോ അതല്ലാതെ മറ്റു നിറങ്ങളോ ഉപയോഗിക്കുവാൻ പാടില്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം പച്ച നിറമുള്ള മഷിയുള്ള ഒരു പേനയോ നീലമഷിയുള്ള ഒരു പേനയോ എടുത്ത് കയ്യിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആ ഒരു കാര്യത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അത് ചിന്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടത് കൈയുടെ മോതിരവിരലിൽ ഈ പറഞ്ഞതുപോലെ 12 12 എന്ന് എഴുതുക. എഴുതിയതിനു ശേഷം വീണ്ടും ഒരു 10 സെക്കൻഡ് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടണമേ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും നടന്നു കിട്ടുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുകയും ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ എഴുതിയിരിക്കുന്ന 12 12 എന്നുള്ള എഴുത്ത് ഒരു കാരണവശാലും അരമണിക്കൂർ സമയത്തേക്ക് മാഞ്ഞു പോകുവാൻ പാടില്ല എന്നുള്ളതാണ്. അതിനാൽ ആ ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ മറ്റു ജോലികളൊന്നും ചെയ്യാതെ അതിനുവേണ്ടി മാറ്റിവെക്കുന്നതായിരിക്കും ഉത്തമം. അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് താനെ മാഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. ഈ ഒരു കാര്യം നിങ്ങൾ തുടർച്ചയായി 21 ദിവസം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികൾക്ക് ഈ ഒരു കാര്യം ചെയ്തപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിച്ചു എന്നുള്ളതും വാസ്തവമാണ്. എൻ്റെ വ്യക്തിപരമായ കാര്യം പറയുവാനാണെങ്കിൽ ഞാനൊരു 2 വർഷങ്ങൾക്ക് മുൻപേ ഈ ഒരു കാര്യം ചെയ്തിട്ടുള്ളതാണ്. ജീവിതത്തിൽ ഒരു കാരണവശാലും നടന്നു കിട്ടുവാൻ സാധ്യതയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യമായിരുന്നു അത്. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം ചെയ്ത് 2-ാമത്തെ ദിവസം ഒരു അത്ഭുതം എന്ന പോലെ ആ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടന്നു കിട്ടി. അതിനുശേഷം ഈ കഴിഞ്ഞ മാസം ജീവിതത്തിൽ വളരെ വലിയ ഒരു പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരികയും ആ ഒരു സമയത്ത് ആ പ്രതിസന്ധി അകന്നു കിട്ടുവാനായി ഈ ഒരു കാര്യം വീണ്ടും ചെയ്തു നോക്കണമെന്ന് ഒരു ചിന്ത എനിക്കുണ്ടാവുകയും ചെയ്തു. ഇത് എന്നിൽ വീണ്ടും അത്ഭുതമുളവാക്കുകയും ഈ ഒരു കാര്യത്തോടുള്ള വിശ്വാസം ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു. കാരണം ചെയ്ത 1-ാമത്തെ ദിവസം തന്നെ ഒരു അത്ഭുതം എന്ന പോലെയുള്ള ഫലമാണ് എനിക്ക് കാണുവാൻ കഴിഞ്ഞത്. മാത്രമല്ല ഇത് മറ്റുള്ള പല വ്യക്തികളും ചെയ്തതിനു ശേഷം അവരുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ച അനുഭവങ്ങൾ നേരിട്ട് കേട്ടറിഞ്ഞിട്ടുള്ള പരിചയവും നിരവധിയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഇത്ര ഉറപ്പോടെ ഈ ഒരു കാര്യം ചെയ്യണമെന്ന് പറയുന്നതും. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ 12 12 എന്ന് മോതിരവിരലിൽ എഴുതി നിങ്ങൾക്ക് 1-2 ദിവസം കൊണ്ട് കാര്യസാധ്യം ഉണ്ടായാൽ പോലും നിങ്ങൾ തുടർന്നുള്ള ദിവസങ്ങളിലും ഇത് എഴുതുകയും മുഴുവനായി 21 ദിവസം പൂർത്തീകരിക്കുകയും വേണം. എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വീണ്ടും ഒരു ആവശ്യം വരുമ്പോൾ ഈ ഒരു വിദ്യ ഫലം നൽകുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തവണ ഈ ഒരു കാര്യം ചെയ്ത് നിങ്ങൾക്ക് കാര്യസാധ്യം നടന്നതിന് ശേഷം വീണ്ടും 7 ദിവസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മാത്രമേ അടുത്ത കാര്യത്തിന് വേണ്ടി ചെയ്യുവാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. അതായത് സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ചെയ്യാമോ? എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും? പ്രത്യേകിച്ച് എന്തെങ്കിലും നൊയമ്പ് നോക്കേണ്ടതായിട്ടുണ്ടോ? എന്നിങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ ഉണ്ടാവാം. എന്നാൽ സ്ത്രീകൾക്ക് ഒരു അശുദ്ധിയും നോക്കാതെ എല്ലാ സമയത്തും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള നൊയമ്പും
ചിട്ടവട്ടങ്ങളും നോക്കേണ്ടതില്ല. ഇനി രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല. എന്നാൽ കുളിച്ചിട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ ഏത് ഭക്ഷണം കഴിച്ചിട്ടും എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്താൽ മാത്രം മതി. ഇടയ്ക്ക് ഏതെങ്കിലും ദിവസം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആദ്യം മുതൽ വീണ്ടും ചെയ്യുക. അതുപോലെ തന്നെ ഏത് ഭക്ഷണം കഴിച്ചിട്ടും എങ്ങനെയാണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായി ചെയ്താൽ മാത്രം മതി. ഇതിൽ ഏറ്റവും അധികം പ്രാധാന്യം നിങ്ങളുടെ വിശ്വാസത്തിനാണ്. കാരണം ഇത് നടക്കുമോ എന്ന് വെറുതെ ഒന്ന് പരീക്ഷിക്കുവാനായി വിശ്വാസമില്ലാതെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഫലം ലഭിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടിയിരിക്കും എന്ന് 100% വിശ്വസിച്ച് ഈ ഒരു കാര്യം ചെയ്യുക. മിക്ക ആളുകൾക്കും 1-2 ദിവസം ചെയ്യുമ്പോൾ തന്നെ ആഗ്രഹം എന്തായാലും അത് നടന്നു കിട്ടും എന്നുള്ളത് തന്നെയാണ് അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇനി അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കാം എന്നുള്ളതും മറ്റൊരു സംശയമായിരിക്കും. അതായത് പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണോ അതോ ആരോഗ്യ കാര്യങ്ങളെ പറ്റിയും ആഗ്രഹിക്കാമോ എന്നൊക്കെ. എന്നാൽ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാലത്തും നടന്നു കിട്ടുവാൻ സാധ്യതയില്ല എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചു പോയിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അതൊരു പക്ഷേ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത പണവും സ്വർണവുമാകാം, ഒരു നല്ല ജോലിയുമാകാം, വളരെ അത്യാവശ്യമുള്ള കുറച്ച് പണമാകാം, അസുഖങ്ങൾ മാറിക്കിട്ടണമെന്നുള്ളതുമാകാം, മക്കളുടെ വിവാഹം നടക്കണം എന്നാകാം, കുടുംബത്തിലെ മനസമാധാനമാകാം, അങ്ങനെ എന്തുമാകാം. ആഗ്രഹം എന്തു തന്നെയായാലും ഈ പറഞ്ഞതുപോലെ കൃത്യമായി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എത്ര നടക്കില്ലെന്ന് കരുതിയ ആഗ്രഹമാണെങ്കിൽ പോലും അത് 21 ദിവസത്തിനുള്ളിൽ നടന്നു കിട്ടിയിരിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിരിക്കുന്ന സമയത്ത് ഇത് എഴുതിയിട്ടുണ്ടെന്നും നിങ്ങളുടെ ആഗ്രഹം ഇതാണെന്നും ഒന്നും തന്നെ ആരോടും പറയുവാൻ നിൽക്കരുത്. നേരെ മറിച്ച് നിങ്ങൾക്ക് ആഗ്രഹം നടന്നു കഴിയുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആഗ്രഹ സഫലീകരണം നടക്കുമെന്നുള്ളത് മറ്റുള്ളവരോട് പറയാവുന്നതുമാണ്. അത് അവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കും. തീർച്ചയായും നിങ്ങൾ ഇതിനു മുൻപ് ഈ ഒരു കാര്യം ചെയ്ത് അതിൻ്റേതായ ഗുണഫലങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും എഴുതി അറിയിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു അധ്യായം കാണുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇത് പറഞ്ഞു കൊടുക്കുകയും വേണം. കാരണം ജീവിതത്തിൽ ഒരു ഉയർച്ച മറ്റുള്ളവർക്ക് കൂടി വരട്ടെ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവായിട്ടുള്ള ഫലങ്ങൾ നൽകുന്നത്. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.